ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന സാന്ത്വന കുടുംബത്തിന്റെ ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും ആ വന്ന അമ്മാവനെ കയ്യെ കാലെ പിടിച്ച് പറഞ്ഞു വിട്ടു. ഒരാഴ്ചത്തെ അവധിയും പറഞ്ഞിട്ടാണ് പറഞ്ഞു വിട്ടിരിക്കുന്നത്. 4 മൂട് റബ്ബർ കൊണ്ട് അതിൽ നിന്നൊരു ഷീറ്റും കിട്ടും, എന്നിട്ടോ അയാളുടെ പറച്ചിലോ വെറുതെ പാലും വേസ്റ്റായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉദയഭാനുവും കെട്ടിയോളും കൂടെ ഇങ്ങനെ നിൽക്കുക. ഇതൊക്കെ കണ്ടും തള്ളി ഇപ്പം ഇവരുടെ ആ ഒരു മനുഷ്യന്റെ മുമ്പിൽ കരഞ്ഞു കീണ് പറഞ്ഞ അച്ഛനും അമ്മയും അല്ല ഇപ്പം മുന്നിൽ നിൽക്കുന്നത്. ദേവിയും വിധിയും ഇവരുടെ അഭിനയവും കണ്ട് അന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. എന്തായാലും നമുക്ക് ഉദയഭാനുവിൻ്റെ വീട്ടിലേക്ക് നമുക്ക് ഇനിയിപ്പോൾ ഉദയഭാനു പറയാണ്, നമുക്ക് ഇനിയിപ്പോൾ ബാലൻ്റെ വീട്ടിലേക്ക് പോകുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാം. അത് മതി, വേറൊന്നും വേണ്ട. നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ തീരുമാനമൊക്കെ എടുക്കാനുണ്ട്. എന്തായാലും പിറ്റേ ദിവസം രാവിലെയായി ബാലൻ പോകാനായിട്ട് ഇറങ്ങാണ്. ആ ഒരു സമയത്താണ് ഉദയഭാനു വിളിക്കുന്നത്. ഉദയഭാനു സാർ ആണല്ലോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആനന്ദ് അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഹലോ സാർ. ഹലോ ബാലൻ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷങ്ങൾ. ഞാൻ അങ്ങോട്ടേക്ക് വിളിക്കാനിരിക്കുകയായിരുന്നു. അല്ല, എന്തൊക്കെയാ? സാറ് ഇങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞിരുന്നു. എന്നാ വരുന്നത്? ചോദിക്കാൻ മറന്നു. അത് പറയാൻ വേണ്ടിയാ ബാല വിളിച്ചത്. ഞാനും ശ്രീകലയും കൂടി അടുത്ത ദിവസം അങ്ങോട്ടേക്ക് വരാൻ തീരുമാനിച്ചിരിക്കുക. അയ്യോ, അതിനെന്താ, എപ്പോൾ വേണമെങ്കിലും വരാമല്ലോ. കാര്യങ്ങളൊക്കെ നമ്മൾ തീരുമാനിച്ചെങ്കിലും ചെറുക്കൻ്റെ വീട് കണ്ടിട്ടില്ല എന്ന് പറയുന്നത് ഒരു പോരായ്മ തന്നെയാണല്ലോ. അതങ്ങോട്ട് കണ്ടേക്കാമെന്ന് കരുതി. എന്നാൽ ശരി, എപ്പോഴാന്ന് വെച്ചാൽ പോരെ എന്നും പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു. ബാലൻ പറഞ്ഞു, ഉദയഭാനു സാറും ശ്രീകലയും അടുത്ത ദിവസം ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന്. അതെന്താ കാരണം? ചെറുക്കൻ്റെ വീട് കാണണ്ടേ? മകളെ കെട്ടിച്ചയക്കുന്ന വീട് കണ്ടില്ലെങ്കിൽ മോശമല്ലേ? ഇതേ സമയം നമ്മുടെ മീനാക്ഷി പോകാൻ റെഡിയായിട്ടൊക്കെ പതുക്കെ ഇറങ്ങി വന്ന് ഫയലൊക്കെ ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. എന്തായാലും ഈ വിശേഷമൊക്കെ കേട്ട് നിന്ന് പോയതാ. എന്തായാലും നമ്മുടെ ആനന്ദിനൊരു സംശയം, അവർക്ക് ഈ വീട് ഇഷ്ടപ്പെടുമോന്ന്. അപ്പം നല്ല വീടല്ലേ നമ്മുടെ, പിന്നെന്താ എന്നും ചോദിച്ചുകൊണ്ട് ഗോമതി. അല്ല, അവരുടെ വീട് വെച്ച് നോക്കുമ്പോൾ വലിയ വീട് സൗകര്യങ്ങളൊക്കെ അല്ലേ? മീനാക്ഷിക്ക് ഇത് കേട്ടിട്ട് കലി വരുന്നുണ്ട് കേട്ടോ. അപ്പം ബാലൻ പറഞ്ഞു, നമ്മൾ സാധാരണക്കാരനാണെന്ന് അറിയാമല്ലോ, മണിമാളികയൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. മീനാക്ഷി, നാളെ അവർ വരുമ്പോൾ നീ ഇവിടെ കാണണം ഞാൻ കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാലൻ പോവാണ് കേട്ടോ. ആനന്ദ് പറഞ്ഞു, എന്താടാ നിനക്കൊരു ടെൻഷൻ പോലെ എന്ന് ഗോമതി ഇങ്ങനെ ചോദിക്കുകയാണ് ആനന്ദിനോട്. മീനു, നാളെ നീ കാണൂലോ അല്ലേ? അമ്മ ലീവ് എടുക്കണ്ടേ? എന്നാ പിന്നെ നിനക്ക് അച്ഛനോട് പറയത്തില്ലായിരുന്നോ? ഇനിയിപ്പം നിന്നെ കണ്ടില്ലെങ്കിൽ എന്നെ ആയിരിക്കില്ലേ കുറ്റം പറയുന്നത്? അതുകൊണ്ട് ഇവിടെ കണ്ടേക്കണം കേട്ടോ. എന്തായാലും വേറെ നിവൃത്തിയില്ലാതെ മീനു എന്ന് പറഞ്ഞിട്ട് പോവാണ്. എന്തായാലും ഇതേ സമയം ഉദയഭാനുവിൻ്റെ വീട്ടിൽ ചർച്ചയാണ്. എങ്ങനെയാണ് ബാലൻ്റെ അടുത്തേക്ക് പോവുക, എന്താണ് പ്ലാൻ ചെയ്യേണ്ടത്? അപ്പോഴേക്ക് അതിനു മുമ്പ് നമ്മുടെ ദേവി ചോദിച്ചു, ശ്രീദേവി ചോദിച്ചു, അതെ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്ന കാര്യമല്ല ഇപ്പം ചർച്ച ചെയ്യേണ്ടത്. പാങ്ങാപ്പാറയിലെ അമ്മ അവനെ എങ്ങനെ സോൾവ് ചെയ്യാമെന്നാണ് ചർച്ച ചെയ്യേണ്ടത്. ആ മനുഷ്യന് ഈ വീട് കണ്ടുപിടിച്ച സ്ഥിതിക്ക് ഇനി പലവട്ടം വരാൻ ചാൻസ് ഉണ്ട്. ഉള്ള പാലും കുറുക്കി കൊടുത്തു എന്നും പറഞ്ഞു ശ്രീകല. ഇനിയിപ്പോൾ അയാൾ വിചാരിച്ചു കാണും ഇവിടെ എന്നും പാൽപ്പായസമാണ്. അയാൾ പൈസ പ്രതീക്ഷിച്ചുകൊണ്ടാണ് പോയിരിക്കുന്നത്. എനിക്ക് അങ്ങനെ ഒരു പൊട്ട ബുദ്ധി തോന്നിയും പോയി എന്നും പറഞ്ഞു ശ്രീകല. ബുദ്ധിയും ബോധമുള്ള അപ്പനും മക്കളും ചേർന്നിട്ട് ഇനി കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ചെയ്യുക. എനിക്ക് ഇത്രയൊക്കെ ബുദ്ധിയുള്ളൂ. നിങ്ങൾ തന്നെ അങ്ങ് പോയാൽ മതി ഇവളുടെ ചെറുക്കൻ്റെ വീട് കാണാനായിട്ട്. എന്നെ വിളിച്ചേക്കരുത് ഒരു കള്ളക്കളിക്കും കൂട്ടിരിക്കാനായിട്ട്. അപ്പോൾ ഉദയഭാനു പറഞ്ഞു, അയ്യോ നീ അല്ലേ ഞങ്ങളുടെ ഒരു ശക്തി, എന്നിട്ടാണോ തൻ്റെ മക്കളും കൂടെ എന്നെ കുറ്റം പറയുന്നത്? അത് തമാശ പറഞ്ഞതല്ലേ അമ്മേ എന്ന് വിദ്യ പറഞ്ഞപ്പോൾ, ഞാൻ കാര്യമായിട്ട് തന്നെ പറഞ്ഞതാ, ഒരു ഉടായ്പിനും ഞാനില്ല എന്നും പറഞ്ഞ് ശ്രീകല ഇങ്ങനെ നിൽക്കുക. മോളെ ദേവി, ഇത് നിൻ്റെ ജീവിത പ്രശ്നമാണ്, നീ പറ ശ്രീകലയോട്, അമ്മയോട് ചേച്ചി തന്നെ പറ എന്ന് വിദ്യയും. അപ്പോഴേക്കും നമ്മുടെ ദേവി പറഞ്ഞു, വേണ്ട, അമ്മ എടുത്ത തീരുമാനം തന്നെയാണ് ശരി. വെറുതെ കള്ളക്കളി തുടരുന്നതിൽ ഒരു കാര്യമില്ല. കള്ളങ്ങൾക്ക് മേലെ കള്ളം കെട്ടി ഞാൻ ആരുടെയും ജീവിതത്തിലേക്ക് ചെന്ന് കയറിയിട്ട് വല്ല കാര്യമുണ്ടോ? അവർ രാജകുമാരിയാണെന്ന് കരുതിയ ഞാൻ ദാസിക്കാ താഴെയാണെന്ന് ഒരിക്കൽ മനസ്സിലാക്കും. അതുകൊണ്ട് ഇപ്പം തന്നെ ഈ കാര്യങ്ങളൊക്കെ എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും മനസ്സിൽ തന്നെ കുഴിച്ചു മൂടാം. നമുക്ക് ആനന്ദേട്ടനോട് കാര്യങ്ങളൊക്കെ തുറന്ന് പറയാം. ആനന്ദേട്ടന് നല്ലൊരു ബന്ധം കിട്ടുകയും ചെയ്യും എന്നൊക്കെ ദേവി പറയുന്നത് കേട്ട് ശ്രീകല പോലും കണ്ണു തള്ളിപ്പോയിട്ടോ. അച്ഛൻ തന്നെ വിളിച്ച് പറ, ഈ കല്യാണത്തിന് നമുക്ക് താല്പര്യമില്ല, പിന്മാറുവാന്ന്. അച്ഛന് മടിയാണെങ്കിൽ ഞാൻ വിളിച്ച് പറയാം. എടി പെണ്ണേ, എന്തുവാടി, ഞാനൊരു വെറും വാക്ക് പറഞ്ഞു എന്ന് വെച്ച് നീ ഉടനെ ആനന്ദിനെ വിളിച്ച് കല്യാണം മുടക്കാൻ പോവാ എന്നൊക്കെ ചോദിച്ചു ശ്രീകലാട്ടോ. അതല്ലേ നല്ലത്? ആർക്ക് നല്ലത്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നോറ്റൊരു കല്യാണം വരെ കൊണ്ടെത്തിച്ചിട്ട് അത് മുടക്കാൻ നോക്കിയാ അമ്മ എടുത്ത് പ്ലേറ്റ് തിരിച്ചിട്ട കാര്യം കൊച്ചറിഞ്ഞില്ല കേട്ടോ. എന്തായാലും ദേട്ടാ, നാളെ നമ്മൾ ഒരുമിച്ച് ബാലൻ്റെ വീട്ടിലേക്ക് പോവും, ഉറപ്പ്. എന്നാൽ പിന്നെ ഞാനിവിടെ വരട്ടെ? ഇവൾക്കാരെ കൂട്ട്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോണ്ടേടി. എന്തെങ്കിലും കൊണ്ടുപോണ്ടേ? നമുക്ക് കൊണ്ടുപോകാനായിട്ട് അടുക്കള വലിയൊരു ഒലക്ക ഇരിപ്പുണ്ട്, അതെടുത്തോണ്ട് പോയാലോ എന്ന് ശ്രീകല ഇങ്ങനെ ചോദിക്കുക.
നിങ്ങൾ കടയിൽ പോയി വല്ല അച്ചപ്പോ ഉണ്ണിയപ്പോ എന്തെങ്കിലും പോയി മേടിച്ചോണ്ട് വാ മനുഷ്യ എന്ന് ശ്രീകല പറഞ്ഞപ്പോഴേക്കും അത് നാണക്കേടല്ലേ എന്ന് വിദ്യ ചോദിച്ചു. അപ്പോൾ അതെ, അത് നാണക്കേട് തന്നെയാണ്, പക്ഷേ ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയത് അങ്ങ് പറഞ്ഞാൽ മതി. അതും ശ്രീദേവി രാത്രി മൊത്തം ഉറക്കം ഉളച്ചിരുന്ന് ആനന്ദേട്ടനെ ഉണ്ടാക്കിക്കൊണ്ട് പോയതാണെന്നങ്ങ് പറഞ്ഞാൽ മതി. അതുപോലെ അപ്പം പാചകറാണിയാണെന്നുള്ള പേരും കിട്ടും. എൻ്റെ പൊന്നമ്മേ, ഇത് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? അവസാനം ഇതൊക്കെ വലിയ നാണക്കേടാവൂട്ടോ. അതെ, എല്ലാം തികഞ്ഞൊരു മരുമോളെയാ അവർക്ക് കിട്ടാൻ പോകുന്നതെന്ന് അവരങ്ങ് വെറുതെ വിചാരിച്ചോട്ടെ, ആർക്ക് ഛേദം എന്നും പറഞ്ഞുകൊണ്ട് ശ്രീകല ഇങ്ങനെ നിൽക്കുക കേട്ടോ. എന്തായാലും എല്ലാം ഒന്ന് നന്നായാൽ മതിയായിരുന്നെന്നും പറഞ്ഞു ഉദയഭാനു. എന്തായാലും ആനന്ദ് ഭയങ്കര ടെൻഷനിലാണ്. കാരണം നാളെ ഭാര്യ വീട്ടുകാർ വരികയാണ്. അതായത് ഉദയഭാനു വീട് കാണാനായിട്ട് വരിക. വീട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കല്യാണത്തിൽ നിന്ന് പിന്മാറിയാലോ എന്നൊരു പേടിയാണ് കേട്ടോ ആനന്ദിന്. അപ്പോൾ ആനന്ദിനെ സമാധാനിപ്പിക്കുകയാണ് ധർമ്മൻ. എടാ, നിന്റെ ഭാര്യ വീട്ടുകാർ വരുന്നതിൽ എന്താ കുഴപ്പം? അത് ഭാര്യ ആയിട്ടില്ല, ഭാര്യ ആവോ എന്നാ എൻ്റെ പേടി. ഈ വീട് കണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കല്യാണത്തിന് പിന്മാറിയ ഭാര്യ ആവോ? ഞാനാണെങ്കിൽ മോഹിച്ചും പോയി എന്നും പറഞ്ഞ ആനന്ദ്. മീനാക്ഷിയും ആകാശൊക്കെ ഇത് കേട്ട് അന്തം വിട്ടിങ്ങനെ നിൽക്കുക. കാര്യങ്ങൾ ഇത്രയും വരെ കൊണ്ടെത്തിച്ചിട്ട് കല്യാണം വേണ്ടാന്ന് വെച്ചാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല എന്നൊക്കെ ആനന്ദ് പറഞ്ഞപ്പോഴേക്കും അവരോട് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞതല്ലേ, അവരുടെ അത്രയും പൈസയൊന്നും നമുക്കില്ലാന്ന് അറിയാവുന്നതല്ലേ, പിന്നെന്താ, അതൊക്കെ ശരിയാ. മീനാക്ഷി കണ്ടതല്ലേ അവരുടെ വീട്. ആ വീട്ടിൽ നിന്ന് ഒരു പെണ്ണിനെ കല്യാണം കഴിപ്പിച്ച് വിടുമ്പോൾ അവർക്ക് ചില പ്രതീക്ഷകളൊക്കെ കാണില്ലേ? അതെങ്ങനെയേട്ടാ, നമ്മുടെ ജീവിത പ്രശ്നങ്ങളൊക്കെ അറിയാവുന്നവർ ഇവിടെ കൊട്ടാരമൊന്നും പ്രതീക്ഷിക്കൊന്നുമില്ലല്ലോ. പിന്നെ ഗോമതി സ്റ്റോഴ്സും നീ ജോലി ചെയ്യുന്ന ആ ഒരു ഫർണിച്ചർ കടയുടെ സെറ്റപ്പും എല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ താജ്മഹലൊന്നും അവർ പ്രതീക്ഷിക്കത്തില്ല എന്ന് ധർമ്മൻ പറയാം. എന്തായാലും എനിക്ക് കുറച്ചില്ല, എന്തു പറഞ്ഞാലും എനിക്ക് കുറച്ചില്ല. വളരെ വലുതായിട്ടാണ് ഇതുവരെ നമ്മുടെ വീട് ഞാൻ കണ്ടിരുന്നത്. പക്ഷേ ആ ദേവിയുടെ വീട് പോയി കണ്ടേ പിന്നെ നമ്മുടെ വീട് ചെറുതാ. ആനന്ദിൻ്റെ വെപ്രാളമൊക്കെ കണ്ട് മീനാക്ഷി ആകാശം അടക്കി പിടിച്ച് ചിരിക്കുക കേട്ടോ. എനിക്കോ ആവശ്യം ഒരു യജമാനനെ അല്ല, ഒരു ലൈഫ് പാർട്ട്ണറെയാണ്. ഒരു പാർട്ട്ണർഷിപ്പിനെ മനോഹരമാക്കുന്നത് ഒരു പാർട്ട്നേഴ്സിൻ്റെ തുല്യതയല്ലേ. അപ്പോൾ പിന്നെ അവൾക്ക് ഇത് കണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? അയ്യോ, അവൻ വലിയ ഫിലോസഫിയും പറഞ്ഞുകൊണ്ട് വരുന്നു എന്ന് ധർമ്മൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു, ആദ്യം ഒരു പെണ്ണ് പോയി കണ്ടു നോക്ക്, അപ്പോഴേ മനസ്സിലാവൂ ഞാൻ പറഞ്ഞതിൻ്റെ ആ ഒരു ഫീലിങ്സ്. അപ്പോഴേക്കും ആകാശ് പറഞ്ഞു, എൻ്റെ പൊന്നു ഏട്ടാ, അങ്ങനെയൊന്നും ഇല്ല. പരസ്പരം ഇഷ്ടമാണെങ്കിൽ മറ്റു കുറവൊന്നും പ്രശ്നമല്ല, അത് സ്നേഹത്തിൻ്റെ സൈക്കോളജിയാണ്. ദേവി മാത്രമല്ലല്ലോ, അവരുടെ വീട്ടുകാർ തീരുമാനിച്ചാലും ഈ കല്യാണം വേണ്ടാന്ന്. തുമ്മിയാ തെറിക്കുന്ന മൂക്കാണെ പോട്ടേന്ന് വിചാരിക്കുക എന്ന് ധർമ്മൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പറ്റില്ല മാമ, എന്തായാലും ആ വീട്ടുകാരൊരിക്കലും ഒരു നോ പറയില്ല, ഉറപ്പായിട്ടോ പറയില്ല എന്ന് മീനാക്ഷി തറപ്പിച്ച് പറഞ്ഞു. അതെന്താ അത്ര ഉറപ്പുണ്ട്. സ്വത്തിലും പണത്തിലും കണ്ണുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും സ്വന്തം നിലയിലുള്ള ആലോചനയിലേക്ക് ഒരുങ്ങുള്ളൂ. ഇതിപ്പോൾ വലിയ വലിയ ബിസിനസ്സൊക്കെ നടത്തുന്ന ദേവിയുടെ അച്ഛനെ പോലെ ഒരാൾ ഗോമതി സ്റ്റോഴ്സ് ഉടമ ബാലൻ്റെ മൂത്ത മകനെ മതി എന്ന് തീരുമാനിച്ചതിൽ തന്നെയുണ്ട് അവരുടെ ഹൃദയവലിപ്പം. പോരെ, ദേവിയെ കണ്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും പ്രശ്നം വരില്ലായിരുന്നു. എനിക്കിപ്പോൾ ദേവി ഇഷ്ടമായിപ്പോയി. അപ്പം ദേവിക്ക് ആനന്ദേട്ടന് ഇഷ്ടമല്ലേ? പിന്നല്ലേ, അതുകൊണ്ടല്ലേ കൊഴുക്കട്ട ഉണ്ടാക്കി കൊണ്ടുവന്ന് ഇവൻ്റെ അണ്ണാക്കി തള്ളിക്കൊടുത്തത് എന്ന് ധർമ്മൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കൊഴുക്കട്ടയോ? അതെപ്പോ എന്ന് ആകാശും മീനാക്ഷിയും. അതൊരു കഥയുണ്ട്, പക്ഷേ ആരോടും പറയില്ല എന്ന് ഞാനേ ഇവന് വാക്ക് കൊടുത്തിട്ടുണ്ട്. ആനന്ദ് ഇവിടെ ഇല്ലാത്തപ്പോൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ മാമ എന്നും പറഞ്ഞുകൊണ്ട് ആനന്ദ്. എന്തായാലും ആനന്ദേട്ടൻ പേടിക്കുക വേണ്ട. കേട്ടെടുത്തോളം ആനന്ദേട്ടനെ ആ പെൺകുട്ടിക്ക് വലിയ കാര്യമാണ്. അതുകൊണ്ട് മറ്റെന്ത് കാര്യം പറഞ്ഞാലും ആ പെൺകുട്ടി പിന്മാറില്ല. എന്നാലും വലിയ കാറും വലിയ സ്വപ്നതുല്യമായ ജീവിതമൊക്കെ വേണ്ടാന്ന് വെച്ച് എൻ്റെ കൂടെ ജീവിക്കുമ്പോൾ എപ്പോഴെങ്കിലും മടുപ്പ് തോന്നാതിരിക്കുവോ? അല്ല, അതിനുള്ള മറുപടി പറയാൻ മീനാക്ഷിക്കല്ലേ അർഹത എന്ന് ആകാശ്. അത് നോക്കാം എന്താന്ന്. നല്ല വീട് വിട്ട് ഉയർന്ന ജോലി പലചരക്കുകാരൻ്റെ കൂടെ ഇറങ്ങി വന്നവളല്ലേ. അവൾ മടുപ്പ് തോന്നുന്നുണ്ടോ എന്ന് ഇവള് തന്നെ പറയട്ടെ. അപ്പോഴേക്കും ധർമ്മൻ പറഞ്ഞു, പറ മീനാക്ഷി, പറഞ്ഞിക്കോട്, മടുപ്പ് തോന്നുന്നുണ്ടോ? അപ്പോഴേക്കും മീനാക്ഷി ആകാശിനോട് ചോദിച്ചു, ഞാൻ പറയട്ടെ പറയട്ടെ? അപ്പോൾ ആകാശ് പേടിയോടെ പറയാന്നേ. അതെ, മടുപ്പ് തോന്നിയിട്ടുണ്ട്. ഇത് കേട്ട് ആകാശ് ഞെട്ടി. ഉള്ളതാണോ എന്നോർത്ത്. ഒരു വട്ടമല്ല, പല വട്ടം മടുപ്പ് തോന്നിയിട്ടുണ്ട്. എൻ്റെ പൊന്നെ, ആകാശ് തീർന്നു. അത് പക്ഷേ മുൻപ് ജീവിച്ചിരുന്ന ജീവിതത്തിൻ്റെ സുഖങ്ങൾ കുറഞ്ഞുല്ലോ എന്നോർത്തിട്ടല്ല, ഇപ്പോഴത്തെ ജീവിതത്തിന് സൗകര്യങ്ങൾ പോരാ എന്നോർത്തിട്ടും അല്ല. നമ്മൾ എന്തൊക്കെ ഉപേക്ഷിച്ചിട്ടാ ഇഷ്ടപ്പെട്ട പുരുഷനോടൊപ്പം ജീവിക്കാൻ ഇറങ്ങി വരുന്നത്, എന്തൊക്കെ വേണ്ടെന്ന് വെക്കുന്നു. എന്നാലും ചിലരൊന്നും മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ എന്താണ് കാര്യം? ചിലപ്പോൾ മടുപ്പ് തോന്നും.
ചിരിക്കുകയോ ആശ്വസിപ്പിക്കുകയോ ചെയ്യാത്തപ്പോഴും മടുപ്പ് തോന്നും. കൂടെ ജീവിക്കാൻ ഇറങ്ങി വന്ന പെൺകുട്ടിക്ക് മടുപ്പ് തോന്നാതിരിക്കാൻ ആനന്ദേട്ടൻ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. മനസ്സ് തുറന്ന് അവളെ സ്നേഹിച്ചാൽ മാത്രം മതി. കൈ പിടിച്ച് കൂടെ നിർത്തിയാൽ മാത്രം മതി. ആകാശാണെ ആകെ ചമ്മി നിൽക്കാട്ടോ. ഒരുപാട് സങ്കടം വരുമ്പോൾ ചാരി നിൽക്കാനായിട്ട് ഒരു ചുമലിൻ്റെ ആശ്വാസം നൽകുക ഒരു പെൺകുട്ടിക്കും പിന്നെ അവളുടെ ഭർത്താവിനെ മടുക്കില്ല. എന്തായാലും ആകാശാകെ ചമ്മിയെങ്കിലും ആനന്ദങ്ങ് സെറ്റായി കേട്ടോ. ധർമ്മൻ പറഞ്ഞു, എന്തായാലും നല്ല കിടുക്കാച്ചി ഉപദേശം, ഇന്ന് നിനക്ക് ചിരിക്കാലോ എന്നും പറഞ്ഞ് അവനെ ഇക്കിളി കൂട്ടി ചിരിപ്പിക്കും. പിന്നെ അവിടെ സന്തോഷമാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആകാശ് ഫോണ് തോട്ടിക്കൊണ്ടൊക്കെ ഇരിക്കുക. അപ്പോൾ മീനാക്ഷി എന്തോ ഉദ്ദേശിച്ച് വരിക കേട്ടോ. ആകാശേ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ആകാശ് പറയും എനിക്ക് അസൂയ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറയുന്നതെന്ന്. ഓ തോട്ടങ്ങി, ഞാൻ അന്നറിയാതെ ഏതാണ്ട് പറഞ്ഞു പോയി. അത് ഇതുവരെ വിട്ടില്ലേ നീയാ? പോട്ടെ, സോറി. ഇനി കാര്യം എന്താണെന്ന് നീ പറ. അതെ, ആ ശ്രീദേവിയുടെ സംസാരം, അതിൽ എന്തോ ഒരു കൃത്രിമത്വം ഇല്ലേ? ഫോണിൽ കൂടെ സംസാരിക്കുന്നത്, അന്ന് നേരിട്ട് സംസാരിച്ചത് കൂട്ടി ആലോചിച്ചപ്പോൾ എന്തോ ഒരു കൃത്രിമത്വം ഫീൽ ചെയ്യുന്നു. ആ കുട്ടി നല്ല കുട്ടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഉച്ചത്തിലൊന്നും സംസാരിക്കത്തില്ല, അടക്കവും ഒതുക്കവും തോട് സംസാരിക്കുന്നു. അതൊക്കെ ശരിയാ, പക്ഷേ അത് ബോധപൂർവമാണോ എന്ന് എനിക്കൊരു സംശയം. നീ എന്തിനാണ് ഇതൊക്കെ ആലോചിച്ചുകൊണ്ട് നടക്കുന്നത്? അതൊക്കെ നിന്റെ തോന്നലാ ആണോ? ആന്നേ, ആ പെൺകുട്ടി എല്ലാം കൊണ്ടും നമ്മുടെ കുടുംബത്തിന് ചേരുന്നൊരു പെൺകുട്ടിയാണ്. വീട്ടുകാരാലോചിച്ചിരിക്കുന്ന കല്യാണം കൃത്യമാണ് അച്ഛൻ പറയുന്നത്. എത്ര കൃത്യമാ! ഇപ്പം തന്നെ അച്ഛനെല്ലാം മനസ്സിലായി. ആ പെൺകുട്ടിയുടെ വീട്ടുകാരെ കണ്ടപ്പോൾ തന്നെ എല്ലാം മനസ്സിലായി. നമ്മുടെ കുടുംബത്തിന് ചേരുന്ന കുട്ടിയാണ്. ഓ, അപ്പം നേരത്തെ നടന്ന കല്യാണങ്ങൾ പോരായ്മയല്ലേ? എൻ്റെ പൊന്നേ, ഞാനൊരു പൊതു തത്വം പറയുന്നതിന് നീ ഇങ്ങനെ അർത്ഥം കണ്ടുപിടിക്കല്ലേ. നമ്മളെ 2 പേരെ പോലെ പൊരുത്തമുള്ള വേറെ ആരുണ്ട് ഈ ലോകത്തിൽ? പിന്നെ എന്നും പറഞ്ഞുകൊണ്ട് മീനാക്ഷി പുഞ്ചിരിക്കുകയാണ്. എന്തായാലും പിറ്റേ ദിവസം രാവിലെ ആയിട്ടോ നമ്മുടെ ഉദയഭാനുവും ശ്രീകലയും ദേവമംഗലത്തേക്ക് വരികയാണ് വീട് കാണാനായിട്ട്. ബാലനും ഗോമതിയും മീനാക്ഷിയും ഇവരെ സ്വീകരിക്കാനായിട്ട് ഇറങ്ങി വന്നു. കൈയൊക്കെ കൊടുത്തുകൊണ്ട് അപ്പോൾ കയ്യിലിരുന്ന പലഹാരപ്പൊതി ഗോമതിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഞങ്ങൾ പോരുന്നു എന്ന് പറഞ്ഞപ്പോൾ മുതൽ ദേവി മോൾക്ക് ഒരേ നിർബന്ധം, ഇവിടുത്തെ അമ്മയ്ക്ക് എന്തെങ്കിലും തന്നു വിടണമെന്ന്. മോള് രാത്രി ഉറക്കം ഉളച്ചിരുന്ന് ഉണ്ടാക്കിയതാ. ഏതെങ്കിലും ബേക്കറിയിൽ നിന്ന് മേടിച്ച് പാക്കറ്റ് പൊട്ടിവെച്ച് കൊണ്ടുവന്നതായിരിക്കും എന്ന് മീനാക്ഷിക്ക് അപ്പം തന്നെ മനസ്സിലായി കേട്ടോ. മീനാക്ഷി അതും ആലോചിച്ചുകൊണ്ട് നിന്നപ്പോൾ ശ്രീകല ചോദിച്ചു, മീനാക്ഷി എന്താ ആലോചിക്കുന്നത്? അല്ല, നല്ല ബേക്കറി കയറിയാലും ഇത് വാങ്ങിക്കാലോ, വെറുതെ എന്തിനാ ശ്രീദേവിയുടെ ഉറക്കം കളഞ്ഞത്? ബേക്കറി പലഹാരം ആരെങ്കിലും തിന്നുവോ? ഏത് മാവാ ഏതെണ്ണയാന്നൊക്കെ ആർക്കറിയാം? ഇതിൻ്റെ അന്തസ്സൊന്ന് വേറെയാ. എന്തായാലും ശ്രീദേവിക്ക് ഒരു വകതിരിവുണ്ട് എന്ന് ബാലൻ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ശ്രീകല പറഞ്ഞു, അതേ പാചകം, എൻ്റെ മോൾക്ക് പാചകം എന്ന് വെച്ചാൽ ചാവും. എന്തിനാ ചാകുന്നത്? പാചകം ഇഷ്ടമല്ലേ എന്ന് മീനാക്ഷി. അതല്ല, അത്രയ്ക്ക് ഇഷ്ടമാണെന്നോ ഉദ്ദേശിച്ചത്. അല്ല, നിനക്ക് ജോലിക്കൊന്നും പോകണ്ടായിരുന്നോ? ഇന്ന് ഞാൻ ലീവ് എടുത്തു എന്ന് മീനാക്ഷി പറഞ്ഞു കേട്ടോ. അല്ല ബാല, ബാക്കിയുള്ളവരൊക്കെ? ഞങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ വീട് കാണാൻ വരുമ്പോൾ അതാണല്ലോ സൗകര്യം. എല്ലാവരുടെ ആയിക്കഴിഞ്ഞാലും പാടല്ലേ. വീട് ചെറുതാണെന്ന് ഭയന്നാലോ എന്ന് പറഞ്ഞ് ആനന്ദേട്ടനടക്കം എല്ലാവരും മുങ്ങിയതാന്ന് മീനാക്ഷി ഇങ്ങനെ മനസ്സിൽ ഓർക്കാട്ടോ. എന്തായാലും ഉദയഭാനുവിനെയും ശ്രീകലയെ അകത്തേക്ക് കൊണ്ടുപോയി പലഹാരങ്ങളും ജ്യൂസും ഒക്കെ എടുത്തു കൊടുത്ത് ഇവരിരുന്ന് സംസാരിക്കുക. സുധീഭാനു പറഞ്ഞു, എൻ്റെ പൊന്നെ, ഈ കല്യാണാലോചന തുടങ്ങി അന്ന് മുതൽ എനിക്ക് തലവേദനയാണ്. അപ്പോൾ ബാലൻ ഞെട്ടിട്ടോ, അതെന്താ അങ്ങനെ പറഞ്ഞത്? അല്ല, അതല്ല, ഈ എന്തുമാത്രം ആൾക്കാരായി കല്യാണം മുടക്കാൻ ശ്രമിച്ചതെന്നറിയാവോ? അപ്പോഴേക്കും ബാലനും ഗോപതിയൊക്കെ പരസ്പരം ഇങ്ങനെ നോക്കുക. കാറ് പിടിച്ച് വീട്ടിൽ വന്നവർ വരെയുണ്ട്. പക്ഷേ ഞങ്ങളതൊന്നും കാര്യമാക്കാതെ മുന്നോട്ട് നീങ്ങുക. ബാലനെയും കുടുംബത്തെയും അത്ര വിശ്വാസം ഉള്ളത് കൊണ്ട് മാത്രം. അപ്പോൾ ബാലൻ പറഞ്ഞു, ശത്രുക്കൾ ധാരാളമുണ്ട്, മുഖ്യ ശത്രുക്കൾ ആരാണെന്ന് ഇനിയെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, വേണ്ട ബാലേട്ട, വേണ്ട, ഒന്നും പറയാനൊന്നും നിൽക്കേണ്ട. വേണം, ഇവർ പറഞ്ഞത് കേട്ടില്ലേ? ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ വിശ്വസിച്ച് മാത്രം ഇവർ മുന്നോട്ട് പോകുന്നതല്ലേ? ഇവർ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. വാസ്തവങ്ങൾ ഇവരോട് തുറന്നു പറയുന്നതിൽ എന്താ തെറ്റ്? അപ്പം ഉദയഭാനു പറഞ്ഞു, ബാല, ഗോമതിയെ വിഷമിപ്പിച്ചുകൊണ്ട് ബാലനൊന്നും തുറന്നു പറയണമെന്നില്ല. പിന്നെ കാര്യങ്ങളൊക്കെ കുറച്ച് ഞങ്ങൾക്കും അറിയാം. എന്ത് കാര്യമോ സാർ? അല്ല, ഈ കുടുംബത്തിൻ്റെ പ്രധാന ശത്രുക്കൾ ഗോമതിയുടെ വീട്ടുകാരാണ് എന്ന സത്യം ഞങ്ങൾക്കറിയാം. സാരമില്ല ഗോമതി, പ്രശ്നങ്ങളില്ലാത്ത വീടില്ല. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, ഇതത്ര ചെറിയ പ്രശ്നമല്ല, വർഷം എത്രയായി എന്നറിയാവോ? എന്തായാലും ഇനിയിപ്പോൾ എന്നെ പോലെ പ്രബലനായൊരു ബന്ധു ബാലനുണ്ടെന്ന് അറിയുന്നതോടുകൂടി അവരടങ്ങിക്കോളും. അല്ല, ഞങ്ങൾ ഈ സമയത്ത് വന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വല്ലതും ആയോ? എവിടെന്ന്? എന്തായാലും നിങ്ങൾ ഇവിടെ വന്ന് കണ്ടു പോകേണ്ടതല്ലേ? എന്തായാലും ശ്രീകലയ്ക്ക് വീടൊക്കെ ഒന്ന് കാണണമെന്ന്.
മീനാക്ഷി ഒരു കാര്യം ചെയ്യുക, ശ്രീകലയെ വീടൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക എന്നും പറഞ്ഞ് ശ്രീകലയും മീനാക്ഷിയും കൂടെ അങ്ങ് പോവാം. അല്ല ബാല, കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞ് കുശലം ചോദിച്ചു ഉദയഭാനുവും ബാലനും ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അവിടുത്തെ ബിസിനസ്സൊക്കെ എങ്ങനെ പോകുന്നു എന്ന് ബാലൻ ചോദിച്ചപ്പോൾ എവിടത്തെ ബിസിനസ് എന്നും പറഞ്ഞ് അറിയാണ്ട് ഉദയഭാനുവിൻ്റെ യഥാർത്ഥ സംസാര രീതിയും അറിയാണ്ട് പറഞ്ഞു പോയത് എവിടത്തെ ബിസിനസ്. അപ്പോഴേക്കും കോമതിയും ബാലനോട് അന്തപ്പെട്ട് പരസ്പരം ഇങ്ങനെ നോക്കുക. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാൻ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സി യു അഗെയിൻ. താങ്ക് യു.